വരമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സൈക്കോളജിസ്റ്റും നിരവധി ട്രെയിനിങ് പ്രോഗ്രാമുകളും അവയർനെസ് പ്രോഗ്രാമുകളും നടത്തിയിട്ടുള്ള ശരത് കാരനാട്ടാണ്. മാനസികാരോഗ്യത്തെക്കുറിച്ചും കൗൺസിലിങ്ങിനെ കുറിച്ചും കൂടുതൽ അറിവുകൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. സർ നമസ്കാരം. നമസ്കാരം. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ശാരീരിക ആരോഗ്യത്തെക്കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം. അതിന് നല്ലപോലെ പ്രാധാന്യവും നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത്രത്തോളം തന്നെ നമ്മൾ ഓരോരുത്തരും മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. സർ, അതൊരു പക്ഷേ എല്ലാവർക്കും അതിനെക്കുറിച്ചിട്ട് അറിവില്ലാത്തത് കൊണ്ടും ആവാം. സർ, എന്താണ് മാനസികാരോഗ്യം? എന്താണ് മാനസികാരോഗ്യം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശരിയാണ്, ശാരീരിക ആരോഗ്യം ആണെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് ഇപ്പോൾ ഒരു ചെറിയ അസുഖമാണെങ്കിലും പെട്ടെന്ന് ആശുപത്രിയിൽ പോകാനും ചികിത്സ തേടാനും ഒക്കെ ആൾക്കാർക്ക് വലിയ മടിയില്ല. അത് ഇപ്പോൾ ഒരു എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് ഒരു അടിസ്ഥാന ധാരണയുണ്ട്, എവിടെ പോകണം, ആരെ കാണണം എന്നുള്ളതിനെ പറ്റി. പക്ഷെ മാനസിക ആരോഗ്യത്തെ പറ്റി ഇപ്പോഴും ഒരു വലിയ അളവിൽ ഇപ്പോഴും അറിവില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെറുപ്പക്കാർ കുറച്ചും കൂടി സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് കുറേയും കൂടി അവെയറായി വരുന്നുണ്ട്. എന്നാലും പൂർണ്ണമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ വളരെ പരിമിതമായ അറിവേ ഉള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ മാനസികാരോഗ്യം എന്താണെന്നും കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നമ്മുടെ സമൂഹത്തിൽ വളരെ പരിമിതമാണ് അറിവ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം മാനസിക ആരോഗ്യത്തെ നമ്മൾ കാണേണ്ടത്, ഇപ്പം ശാരീരിക ആരോഗ്യം നമ്മൾ പറയുമ്പോൾ എന്താണ്, അസുഖമില്ലാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ നമുക്കറിയാം അങ്ങനെയല്ല. ശാരീരിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ അസുഖമില്ലാണ്ടിരിക്കൽ മാത്രമല്ല, നമുക്ക് നമ്മുടെ ബേസിക് ഫിസിക്കൽ കേപ്പബിലിറ്റീസ് ഉണ്ടാവണം. ഹെൽത്തി ആയിട്ടിരിക്കുക എന്ന് നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് എന്നുള്ളത് പറയുമ്പോൾ അസുഖമില്ലായ്മ അല്ലല്ലോ. അതേപോലെ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം പറയുമ്പോഴും മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കൽ അല്ല മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത്. അത് മാത്രമല്ല, അതും ആവശ്യമാണ്, അതിൻ്റെ ഭാഗമാണ്. പക്ഷെ അല്ലാതെ പറയുമ്പോൾ നമുക്ക് ഒരു 2-3 കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനും അത് കുറേയെങ്കിലുമൊക്കെ ഉപയോഗിക്കാനും പറ്റുന്നൊരവസ്ഥയിലാണോ, അല്ലെങ്കിൽ അതിന് കഴിയുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ നോക്കിയാൽ മിക്ക ആൾക്കാരും ഇപ്പോൾ നമ്മളൊരു 12 വർഷത്തെ സ്കൂളിങ് കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു കുട്ടിയെ ആലോചിച്ചാൽ, ജസ്റ്റ് അഡൾട്ട്ഹുഡിലേക്ക് എത്തുന്ന ഒരാളെ ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ സ്ട്രെങ്ത്തുകളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എനിക്ക് കൂടുതൽ എന്താ പറയുക ഉപയോഗിക്കാവുന്ന സ്കിൽസ് എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ഏത് മേഖലകളായിരിക്കും എനിക്ക് കൂടുതൽ യോജിക്കുന്നത് അല്ലെങ്കിൽ ചേരുന്നത് എന്നുള്ളതൊക്കെ ആൾക്കാർക്ക് ഇപ്പോഴും വലിയ ധാരണയില്ല. അത് നമ്മുടെ സിസ്റ്റത്തിലും അതിനുള്ള പരിമിതികളുണ്ട്, അത് കണ്ടെത്താനുള്ള. അപ്പോൾ അതൊരു വലിയ ഫാക്ടറാണ്. അപ്പോൾ അത് ആവറേജ് മാത്രമല്ല, ഏത് ഒരാളുടെ എടുത്താലും അവനവൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്, അവനവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ കുറേയെങ്കിലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാനസികാരോഗ്യത്തിൻ്റെ ഒരു ഘടകമാണ്. അതേപോലെ നമുക്ക് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്നുണ്ടോ. പ്രൊഡക്റ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഒരു കാര്യം നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നു, അത് ഒരു പരിധിവരെയെങ്കിലും നമുക്ക് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അതിപ്പോൾ ഒരു വീട്ടമ്മയാണെങ്കിലും പ്രൊഡക്ടിവിറ്റി എന്നുള്ളത് അവിടെ ഉണ്ടല്ലോ. ആ വീട്ടമ്മ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വർക്ക് എന്നുള്ള ടേംസിലല്ല, പക്ഷേ പ്രൊഡക്ടിവിറ്റി എന്നുള്ള അർത്ഥത്തിൽ അത് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ പറയാവുന്നത് നമുക്ക് സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ സമൂഹത്തിലേക്ക് ബെറ്റർ ആവുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു എലമെൻ്റ് അതിലുണ്ടോ, നമ്മളുടെ സ്വന്തം ആവശ്യത്തിന് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഘടകം അതിനകത്ത് വരുന്നുണ്ടോ എന്നുള്ളതും കൂടെ മാനസികാരോഗ്യത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ അടങ്ങുമ്പോഴാണ് നമുക്ക് മിനിമം, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളും കൂടെ അതിലേക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ട് മാനസികാരോഗ്യം എന്ന് പറയുമ്പോൾ. അപ്പോൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതല്ല, സാധാരണഗതിയിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവാം. പക്ഷേ മാനസിക രോഗമില്ലാതിരിക്കൽ മാത്രമല്ല മാനസികാരോഗ്യം എന്നുള്ളതാണ് പറയാവുന്നത്. സർ, കൗൺസിലിംഗ് ആവശ്യമായിട്ടുള്ള ഒരാൾക്ക് കൗൺസിലിംഗ് നൽകുന്നത് എങ്ങനെയാണ്? അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്? കൗൺസിലിംഗ് എന്നുള്ള പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം. അതായത് ഒരു സൈക്കോളജിസ്റ്റും ഒരു ക്ലയൻറ്റും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്, ഒരു സംസാരമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഏറ്റവും ലളിതമായിട്ട് പറയാം. ചിലപ്പോൾ ഒരാളായിരിക്കില്ല, ഒരു ഫാമിലി ഇഷ്യൂ ആണെങ്കിൽ 2 അതിലധികമോ ആൾക്കാർ ചിലപ്പോൾ അതിനകത്ത് ഉണ്ടാവാം. അത് ഓരോരുത്തരോട് സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടാവാം. പക്ഷേ ബേസിക്കലി ഒരു പ്രൊഫഷണൽ കോൺവെർസേഷനാണ് നമുക്ക് പറയാം. പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു അപ്പോൾ അതൊരു സുഹൃത്തുക്കൾ തമ്മിലോ അല്ലെങ്കിൽ മുൻ പരിചയമുള്ള ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല. അതിനൊരു പ്രൊഫഷണൽ സ്വഭാവമുണ്ട്. പക്ഷേ ആ സംസാരിക്കുന്നതിൻ്റെ ലക്ഷ്യം ആ വന്നിരിക്കുന്ന ക്ലയൻറ്റ് എന്തൊക്കെ മാനസികമായ ബുദ്ധിമുട്ടുകളാണോ നേരിടുന്നത് അതിനെപ്പറ്റി ആഴത്തിൽ മനസ്സിലാക്കുക, അത് ശാസ്ത്രീയമായിട്ട് അതിനെ മനസ്സിലാക്കുക, എന്നിട്ട് അതിന് എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റുന്നു ഒരുമിച്ച് അത് കണ്ടെത്തുകയാണ്. അവിടെ മുന്നേ കൂട്ടിയുള്ള ഉത്തരങ്ങളൊന്നുമില്ല.
ഒരുമിച്ച് സംസാരിച്ചിട്ടാണ് തീരുമാനിക്കുന്നത് അതെങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ളത് അവിടെ സംസാരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ അവിടെ കൗൺസിലിംഗ് പ്രോസസ്സ് ഉപകരിക്കണമെങ്കിൽ തമ്മിലുള്ളൊരു വിശ്വാസം അവിടെ അടിസ്ഥാനമായിട്ടൊരു വിശ്വാസം അവിടെ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രൊഫഷണൽ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാലും അത് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്തേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ വളരെ പ്രൊഫഷണലായിട്ട് വളരെ ഫോർമലായിട്ട് മാത്രം പോയി കഴിഞ്ഞാലും അതിനൊരു ഇതുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പ്രോസസ്സാണത്. എന്നാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനത്തെ രീതിയിൽ ചെയ്യാനും പറ്റില്ല. കാരണം അത് ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ആ ഒരു പ്രൊഫഷണൽ എയർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അവിടെ ആവശ്യമായിരിക്കും. അപ്പോൾ പ്രധാനമായിട്ട് ലക്ഷ്യം ഇതാണ്, ക്ലയൻറ്റ് എന്ത് തരം മാനസികമായിട്ട് ബുദ്ധിമുട്ടാണോ നേരിടുന്നത്, അതിൽ നിന്ന് എങ്ങനെ ബെറ്റർ ആക്കാം. അതിൽ ഈ പറഞ്ഞ വിശ്വാസത്തിൻ്റെ അടിത്തറയിലാണ് അത് നിൽക്കുന്നത്. ഒരുമിച്ച് കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തുകയാണ്. അതേപോലെ അതിന് പലതരത്തിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കുക. സംസാരിക്കുക എന്നുള്ളത് മാത്രമല്ല, സൈക്കോളജിക്കൽ ആയിട്ടുള്ള, അതായത് ശാസ്ത്രീയമായിട്ട് കണ്ടെത്തിയിട്ടുള്ള തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പല ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് അതെങ്ങനെ ബെറ്റർ ആക്കാം. അപ്പോൾ ആ ടെക്നിക്കുകൾ സൈക്കോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യും, നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് നോക്കിയാലോ എന്നുള്ളത്. അപ്പോൾ അത് ക്ലയൻറ്റ് കൂടെ അംഗീകരിക്കുന്ന രീതിയിൽ പല കാര്യങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ സംസാരം മാത്രമല്ല, കൗൺസിലിംഗ് എന്നുള്ള പ്രോസസ്സിൽ ആ പ്രോസസ്സ് നടക്കുമ്പോൾ സംസാരം മാത്രമായിരിക്കുമെങ്കിലും അതിൽ സൈക്കോളജിസ്റ്റ് പറയുന്ന ടെക്നീക്സ് അവർ ചെയ്തു നോക്കുക എന്നുള്ളതും കൂടെ അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം കൗൺസിലിംഗ് നടക്കുന്നത് ചിലപ്പോൾ 1 മണിക്കൂർ നേരത്തേക്കായിരിക്കും. പക്ഷേ ബാക്കി അടുത്തൊരു സെഷൻ വരുന്നത് വരെയുള്ള സമയത്ത് അവർ എങ്ങനെ ചെയ്യുന്നു, അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളതും കൂടെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിൽ ഉദ്ദേശിച്ച പ്രശ്നത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് ജസ്റ്റ് സംസാരം മാത്രമായിട്ടല്ല കൗൺസിലിങ്ങിനെ കാണേണ്ടത്. ശാസ്ത്രീയ അടിത്തറയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ടെക്നീക്സ് ഉപയോഗിക്കുന്നു എന്നുള്ളതും കൂടെ അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ളൊരു പ്രോസസ്സാണ്. അതാണ് ഒരു ഓവറോൾ ജനറലി പറയുകയാണെങ്കിൽ കൗൺസിലിംഗ് എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ. സാർ, ഈ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ അത് എത്തരത്തിലുള്ളതാണ്? ടെക്നിക്കുകൾ പലതരത്തിൽ, അതായത് പലതരത്തിലുള്ള സൈക്കോ തെറാപ്പികളുണ്ട്. അപ്പോൾ സൈക്കോ തെറാപ്പികൾ ഏതാണെന്നുള്ളതനുസരിച്ച് പലതരത്തിലുള്ള ടെക്നിക്കുകൾ ഓരോ തെറാപ്പിയിലും പറയുന്നുണ്ട്. അപ്പോൾ അത് ഏത് തരത്തിലുള്ള മാനസിക പ്രശ്നമാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഓരോ സാഹചര്യത്തിൽ വേണ്ടുന്ന ടെക്നീക്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ പലതരത്തിലുള്ള, ഇപ്പോൾ ഒരു വളരെ ആങ്ഷ്യസ് നേച്ചറുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ അയാൾക്കൊന്ന് റിലാക്സേഷൻ ആവശ്യമുള്ള ഇതായിരിക്കാം. അപ്പോൾ അത്ര റിലാക്സേഷൻ ടെക്നിക്കുകളായിരിക്കാം അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് അവിടെ ഒരു സെഷനിൽ വേണമെങ്കിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമായിരിക്കും. ഒരു 5-10 മിനിറ്റിനകത്ത് എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ കഴിയും. പക്ഷേ അത് എല്ലാ ദിവസവും ചെയ്യാന്നുള്ളത് ആ ക്ലയൻറ്റ് ചെയ്യുമ്പോഴാണ് അതിൽ പൂർണ്ണമായിട്ട് എഫക്റ്റീവ് ആവുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അതല്ലാതെ ഇപ്പം ചിന്താപരമായിട്ടുള്ളൊരു പ്രശ്നമാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചിന്തിച്ച് കാട് കയറുന്നുണ്ട്, അപ്പോൾ അയാൾ എന്താണ് ചിന്തിക്കുന്നത്, ആ ചിന്തയിൽ മാറ്റം കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ നമുക്ക് എഴുതി നോക്കാൻ പറയാൻ പറ്റും, ജേർണലിംഗ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. അത് തന്നെ ആളുടെ സാഹചര്യം അനുസരിച്ച് സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് എങ്ങനെയാണ് എഴുതേണ്ടത്, എന്ത് ഹെഡിങ് ആണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണോ അവിടെ ലിസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അല്ലാതെ മനസ്സിൽ വരുന്ന മുഴുവൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറി എഴുതുന്ന പോലെ ആയിപ്പോവും. അപ്പോൾ അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ്റെ ബേസിസിൽ ജേർണലിംഗ് പോലെയുള്ള ടെക്നീക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് ജസ്റ്റ് സംസാരം മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് സെഷൻ കഴിഞ്ഞിട്ട് അവർ ചെയ്ത് നോക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതും കൂടെ ചേർന്നതാണ് കൗൺസിലിംഗ്. അതും കൂടെ ചെയ്യുമ്പോഴേ അത് എഫക്റ്റീവ് ആവുന്നുള്ളൂ, വർക്ക് ആവുന്നുള്ളൂ. അപ്പം അത്തരം പല ടെക്നിക്കുകൾ കോമൺ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓരോ തെറാപ്പി അനുസരിച്ച് ഒരുപാട് ഡിഫറെൻറ്റ് ടെക്നിക്കുകൾ അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതാണ് ടെക്നിക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. സർ, ഈ മാനസികാരോഗ്യത്തെക്കുറിച്ചിട്ടുള്ള കൗൺസിലിങ് അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ആളുകൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ആളുകളുടെ ഇടയിൽ. അപ്പം അതെന്തൊക്കെയാണ്? ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് കൗൺസിലിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ സൈക്കോളജിയെ പറ്റിയോ പൊതുവെ അധികം ധാരണ പബ്ലിക്കിനില്ല. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ശാരീരിക ആരോഗ്യത്തെ പറ്റി ആൾക്കാർക്ക് അറിയുന്ന പോലെ മാനസികാരോഗ്യത്തെ പറ്റി അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അത് എല്ലാം ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പൊതുവെ കേട്ട് വരാറുള്ള അല്ലെങ്കിൽ പൊതുവെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉള്ളതായിട്ട് കാണാറുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, പല ആൾക്കാരും ചിന്തിക്കുന്നത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഉപദേശമാണ്. നമ്മൾക്ക് അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ കുറേ കൂടെ ബുദ്ധിയുള്ള, കുറേ കൂടെ ജീവിതം അറിയാവുന്ന ഒരാളിങ്ങനെ ഇരുന്ന് ഉപദേശിക്കുന്നു എന്നുള്ള തരത്തിലാണ് പല ആൾക്കാരും ചിന്തിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഒരു കുട്ടിക്കാണ് വിഷയമുള്ളെങ്കിൽ പാരൻസ്
കുട്ടിയെ ആയിട്ട് വരുവാണെങ്കിൽ ഇത് ഈ കുട്ടിയെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കണം എന്നുള്ള രീതിയിലായിരിക്കും പലപ്പോഴും കൗൺസിലിങ്ങിനെ അവർ കാണുന്നുണ്ടാവുക. അപ്പം കൗൺസിലിംഗ് പ്രോസസ്സ് പക്ഷേ സയൻറ്റിഫിക്കലി എടുക്കുമ്പോൾ അതൊരിക്കലും ഒരു ഉപദേശം കൊടുക്കലല്ല. അപ്പോൾ നമ്മളൊരാളുടെ ലൈഫിൽ കയറിയിട്ട് നമ്മളൊരു തീരുമാനം എടുക്കാനുള്ള ഒരു റൈറ്റ് ഒന്നുമില്ല. അപ്പോൾ അവിടെ എന്താണ് ഉപദേശം നന്നാക്കുക എന്നുള്ളതല്ല, എന്താണ് പ്രശ്നം എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കുന്നു, എങ്ങനെ അത് ബെറ്റർ ആക്കാമെന്ന് ഒരുമിച്ച് ശ്രമിക്കുന്നു. അല്ലാതെ ഒരാളുടെ ജീവിതത്തിൽ കയറി നമ്മൾ അതിങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധം പറയലോ ഒന്നുമല്ല. നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ക്ലാരിറ്റി കൊടുക്കാൻ പറ്റും എന്നുള്ളതല്ലാതെ അവിടെ അധികാരം എടുത്ത ഒരാളെ ഉപദേശം നന്നാക്കലോ ഒന്നും അല്ല കൗൺസിലിംഗ് എന്നുള്ളതാണ്. അതേപോലെ ഈ പറഞ്ഞ പോലെ മുന്നേ കൂട്ടിയുള്ള ഉത്തരങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഡിപ്രഷനാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള രീതിയിലുള്ള ഒറ്റമൂലി ഉത്തരങ്ങളൊന്നും അവിടെ ഇല്ല. സംസാരിച്ച് സോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉള്ളത്. അതും ഒരു കോമൺ ആയിട്ടുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ഒരു കൗൺസിലിംഗ് എടുത്താൽ പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ ഇതാവും എന്നുള്ള രീതിയിൽ. അതും ഈ സമയം എടുക്കുന്നതിനെ പറ്റിയും ഒരുപാട് തെറ്റിദ്ധാരണ. വെച്ചാൽ നമ്മളൊരു പ്രശ്നം ഉണ്ടാവുന്നത് പെട്ടെന്ന് ഒരു ദിവസം ആയിരിക്കില്ല. ഒരു ദിവസം എണീറ്റപ്പോൾ എന്തോ ഒരു മാനസിക അങ്ങനെയല്ലല്ലോ. അതിൽ പല കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ പല വ്യക്തികൾ അതിൽ ഇൻവോൾവ് ആയിരിക്കാം. പല സംഭവങ്ങൾ ചിലപ്പോൾ വർഷങ്ങളായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി അത് എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളത് ആലോചിച്ച് ഡിസ്കസ് ചെയ്ത് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെതായ സമയം എടുത്തേക്കാം. അപ്പോൾ പല ആൾക്കാരും 1-2 സെഷൻ കൊണ്ട് തന്നെ സ്വിച്ച് ഇട്ട പോലെ മാറണമെന്നുള്ളൊരു തെറ്റിദ്ധാരണ ആൾക്കാർക്കുണ്ട്. കൗൺസിലിംഗ് ഞാൻ എടുത്തു, ഒരു തവണ സംസാരിച്ചായിരുന്നു, വലിയ പ്രയോജനമുള്ളതായിട്ട് തോന്നിയില്ല എന്ന ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ കൗൺസിലിംഗ് എടുക്കുമ്പോൾ എപ്പോഴും വർക്കാവുന്നത് ലോങ്ങർ ടേമിലേക്ക് ആൾക്കാർ ക്ഷമയോടെ നിൽക്കുമ്പോഴാണ് അത് ഹെൽപ്ഫുൾ ആവുന്നത്. അപ്പോഴേ നമുക്കും അത് പ്രൊവൈഡ് ചെയ്യാനും പറ്റുള്ളൂ. കാരണം നമ്മൾ ഒറ്റ മണിക്കൂർ കൊണ്ട് ഒരാളെ മുഴുവൻ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയുള്ള മാജിക് ട്രിക്കൊന്നും അതിനകത്തില്ല. നമ്മൾ ഓരോ തവണ സംസാരിച്ച് വരുമ്പോഴാണ് നമ്മൾക്കും കൂടുതൽ കറക്റ്റ് ഐഡിയ കിട്ടുന്നത്. അപ്പോൾ ആ സമയം എടുത്ത് കുറച്ചധികം സെഷൻസ് എടുത്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം എത്ര സമയം എടുക്കും എന്നുള്ളതിനെ പറ്റിയും ആൾക്കാർ വിചാരിക്കുന്നത്, ഇപ്പം ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഒരാളെ കൗൺസിലിങ്ങിന് കൊണ്ടുവരുവാണെങ്കിൽ കൊണ്ടുവരുന്ന ആൾക്കാർ വിചാരിക്കുന്നത് കൗൺസിലിങ്ങിന് കൊണ്ടുപോയി എന്നിട്ട് മാറ്റമൊന്നും കാണുന്നില്ല എന്ന രീതി. അപ്പോൾ എത്ര സമയം എടുക്കും എന്നുള്ളതിനെ പറ്റി എല്ലാവർക്കും ധാരാളം സമയം എടുക്കും എന്നല്ല പറയുന്നത്. എന്താണോ പ്രശ്നം അതനുസരിച്ചും അത് എത്രത്തോളം മാറ്റം വരുന്നുണ്ട് അതനുസരിച്ചും ഒക്കെ എന്ത് വരാം, വ്യത്യാസം വരാം. എത്ര സെഷൻ വേണം, ചിലപ്പോൾ 1-2 സെഷനിൽ തന്നെ തീരുന്ന കാര്യങ്ങളും ഉണ്ട്. പക്ഷെ പലപ്പോഴും അത് സമയമെടുത്തൊന്നും വരാം. ഇപ്പോൾ ഒരു കപ്പിൾ തെറാപ്പിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 2 പേരോടും ഇൻഡിവിജ്വലായിട്ട് ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും, ഒരുമിച്ച് സംസാരിക്കേണ്ടി വരും. അപ്പോൾ അത് സംസാരിച്ച് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ കുറേ കാര്യങ്ങൾ അതിനകത്ത് റെക്ടിഫൈ ചെയ്യാനുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയുന്നത് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോഴായിരിക്കും ഇന്ന കാര്യങ്ങളും കൂടെ അതിൽ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്, എന്നാലേ അത് പൂർണ്ണമാവുള്ളൂ എന്നുള്ളത്. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്ത് വരുന്നതനുസരിച്ച് സമയം എടുത്തേക്കാം എന്നുള്ളതാണ് മറ്റൊരു കോമൺ ആയിട്ടുള്ള തെറ്റിദ്ധാരണ. സർ, അതുപോലെ നമ്മളിപ്പോൾ ഒരു കൗൺസിലിംഗ് ആവശ്യമുള്ള ഒരാൾ, അയാളുടെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള, അയാൾ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാൻ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് വന്ന് സാറിനോട് സംസാരിക്കുന്നതെങ്കിൽ അയാളുടെ മനസ്സിലൊരു സംശയം ഉണ്ടാവും. ഇത് എനിക്ക് മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു തെറാപ്പിസ്റ്റിനോട് ഞാനിത് സംസാരിക്കുകയാണ്. അപ്പോൾ അത് മറ്റൊരാളിലേക്ക് എത്തുമോ, ഈ തെറാപ്പിസ്റ്റ് മറ്റൊരാളിലേക്ക് ഇത് ഷെയർ ചെയ്യുമോ എന്നുള്ളൊരു ഡൗട്ട് എപ്പോഴും ഉണ്ടാവും. അത് സാറിന് തിരിച്ചറിയാൻ പറ്റുമോ? ഇപ്പൊ ഈ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് തിരിച്ചറിയാന്നുള്ളതിന് മുമ്പേ ഞാൻ എല്ലാ കൗൺസിലിങ്ങിനും മുമ്പേയും ഞാനൊരു ആമുഖം കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ആമുഖത്തിൽ തന്നെ ഞാൻ ഈ കാര്യം പറയും. അതായത് ഇപ്പോൾ ഒരു കൗൺസിലിങ്ങിന് ഒരാൾ എന്നെ സമീപിക്കുമ്പോൾ കോമൺ ആയിട്ട് അറിയാവുന്ന ഒരാൾ വഴിയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു സുഹൃത്ത് വഴിയായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ഒരാൾ വഴിയായിരിക്കാം. അങ്ങനെ പല രീതിയിലായിരിക്കാം കണക്ട് ചെയ്തത്. അപ്പോൾ ഈ കണക്ട് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആളും ഇത് അറിയരുതെന്ന് ചിലപ്പം ഉണ്ടാവും, ചിലപ്പോൾ നല്ല മിക്കപ്പോഴും ഉണ്ടാവും. കാരണം മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും മിക്കപ്പോഴും നമ്മളോട് പറയാനുണ്ടാവുക, വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ക്ലയൻറ്റിനെ സംബന്ധിച്ച് മറ്റാരോടും പറയാതിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമായിരിക്കും. അപ്പോൾ അത് ഈ പ്രൊഫഷൻ്റെ എത്തിക്സിൻ്റെ ഭാഗമാണ് നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത്. പറയുന്ന വ്യക്തിപരമായ കാര്യങ്ങൾ മറ്റാരോടും ഷെയർ ചെയ്യാതിരിക്കുക. അത് ആ വ്യക്തിക്ക് അറിയാവുന്ന ആളാണെങ്കിലും അല്ലാത്ത ആളാണെങ്കിലും, ഇപ്പോൾ പാരൻസ് ഇൻവോൾവ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ മറ്റാൾക്കാരോട് ഇത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ക്ലയൻറ്റിൻ്റെ അടുത്ത് ആദ്യം തന്നെ നമ്മൾ സംസാരിക്കുക. അത് ഇന്ന കാര്യങ്ങൾ ഞാൻ ഇന്ന ആളോട് സംസാരിക്കട്ടെ എന്ന് ചോദിച്ച് അവർക്ക് ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം
ഡിസ്കസ് ചെയ്യുക. അല്ലാതെ പേഴ്സണലായിട്ട് പറയുന്ന എല്ലാം അപ്പുറേ പോയി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല. അപ്പോൾ അത് ഇതിൻ്റെ എത്തിക്സിൻ്റെ ഭാഗമാണ് ആ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ അത് എല്ലാ സിറ്റുവേഷനിലും എല്ലാ വ്യക്തികൾക്കും അത് അപ്ലിക്കബിൾ ആണെന്ന് വെച്ചാൽ അല്ല. അതായത് ഇപ്പോൾ കൗൺസിലിങ്ങിൽ ഒരാൾ സ്വയം ഹാം ചെയ്യുന്നതായിട്ട്, ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഒരു സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള സ്വഭാവങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ആത്മഹത്യ പ്രവണത ഉണ്ടാവാം, അതല്ലെങ്കിൽ മറ്റൊരാളെ ഉപദ്രവിക്കാനുള്ളൊരു സാധ്യത നമ്മൾ കാണുകയാണെങ്കിൽ, അപ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള ഹാം ചെയ്യുന്ന, അത് സ്വയമായിട്ട് മറ്റൊരാളോടാവട്ടെ, അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് നമ്മൾ മറ്റൊരാൾക്കാരോട് ഷെയർ ചെയ്യേണ്ടതുണ്ട്. ഫോർ സേഫ്റ്റി റീസൺസ് അത് പറയേണ്ടതുണ്ട്. അപ്പോൾ അത് അവിടെ അയാളുടെ സമ്മതം ഇല്ലാണ്ടേ ചിലപ്പോൾ പറയേണ്ടി വരും. ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ് എനിക്ക് വളരെ ശക്തമായിട്ടുള്ള ആത്മഹത്യ പ്രവണതയുണ്ട്, അല്ലെങ്കിൽ മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള, നമ്മൾ ഒരു റിസ്ക് ഉള്ളൊരു സിറ്റുവേഷനാണ് കാണുന്നതെങ്കിൽ, അപ്പോൾ അയാൾ പക്ഷേ ആരോടും പറയരുതെന്ന് അയാൾ പറഞ്ഞാലും നമുക്കത് അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇതുള്ളത്. ഇനി അതല്ലെങ്കിൽ ലീഗലി ഇൻവോൾവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോടതി ഇടപെടുന്ന ഒരു സിറ്റുവേഷനിൽ കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ കോടതി ആവശ്യപ്പെടുന്ന വിവരങ്ങൾ അവിടെ കൺവേ ചെയ്യേണ്ടതായിട്ട് വരും. അത് ചിലപ്പോൾ ക്ലയൻറ്റ് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ആ കാര്യം അവിടെ പറയേണ്ടതായിട്ട് വന്നേക്കാം. ഇങ്ങനത്തെ ഈ 2 സിറ്റുവേഷനിലാണ് മിക്കവാറും കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അല്ലാതെയുള്ള പേഴ്സണലായിട്ട് പറയുന്ന കാര്യങ്ങൾ, അതിപ്പം സമൂഹം ജഡ്ജ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം പലപ്പോഴും, അല്ലെങ്കിൽ വളരെ വ്യക്തിപരമായ കാര്യങ്ങളായിരിക്കാം, അത് എന്ത് തന്നെയാണെങ്കിലും മറ്റാൾക്കാരോട് ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളത് തുടക്കത്തിലേ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം അത് വ്യക്തമാക്കിയാലേ ഒരാൾക്ക് നമ്മളോട് തുറന്ന് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് പറയുമോ എന്നുള്ള പേടിയോട് കൂടിയാണെങ്കിൽ പല ആൾക്കാരും തുറന്ന് സംസാരിക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നമ്മൾ ഈ ചെയ്യുന്ന പ്രോസസ്സ് അവർക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഓപ്പണായിട്ട് സംസാരിക്കാനുള്ളൊരു ഇടം അവിടെ വേണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ആദ്യമേ വ്യക്തമാക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊന്നും, നിങ്ങൾ പറയുന്ന പേഴ്സണൽ കാര്യങ്ങളൊന്നും വേറെ ആൾക്കാരോട് ഷെയർ ചെയ്യുന്നില്ല, അത് പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞ് വ്യക്തത വരുത്താറുണ്ട്. സർ, അതുപോലെ ആളുകളിൽ ഇതുപോലെ തന്നെ സംശയമുള്ളൊരു കാര്യമാണ് സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും. ആരോഗ്യ വിദഗ്ധനും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റും. അപ്പം ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്? എങ്ങനെയാണ് ഇതിനെ ആളുകൾ മനസ്സിലാക്കേണ്ടത്? മാനസികാരോഗ്യത്തെ പറ്റി പൊതുവെ അറിവ് കുറവായതുകൊണ്ട് തന്നെ മാനസികാരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ തസ്തികകളും മിക്ക ആൾക്കാർക്കും അറിഞ്ഞുകൂടാ. മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരും എന്നുള്ളതും പൊതുവേ ധാരണയില്ല. അപ്പോൾ അത് പ്രധാനമായിട്ട് ഈ പറഞ്ഞ സൈക്കാട്രിസ്റ്റ് ആരാണ്, സൈക്കോളജിസ്റ്റ് ആരാണെന്നുള്ള വ്യത്യാസം തന്നെ മിക്ക ആൾക്കാർക്കും കൺഫ്യൂസിങ് ആണ്. അപ്പോൾ സൈക്കാട്രിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറാണ്. അതായത് MBBS കഴിഞ്ഞ് സൈക്കാട്രിയിൽ PG ചെയ്തിട്ടുള്ള, അത് MDO അല്ലെങ്കിൽ ആ ടൈറ്റിൽ ഡിഫറെൻ്റ് ആയിരിക്കാം, ബട്ട് PG ഇൻ സൈക്കാട്രി, അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള PG കഴിഞ്ഞ ഒരാളാണ് സൈക്കാട്രിസ്റ്റ് എന്ന് വിളിക്കുക. അതിന് ശേഷം ഉള്ള ക്വാളിഫിക്കേഷൻസ് എന്തായാലും MBBS കഴിഞ്ഞ് PG ഇൻ സൈക്കാട്രി, അതാണ് സൈക്കാട്രിസ്റ്റ്. അപ്പം അങ്ങനെ മെഡിക്കൽ സ്കൂളിൽ പഠിച്ച, അതായത് MBBS കഴിഞ്ഞ് പിന്നെ PG ചെയ്ത ഒരാൾക്ക് മരുന്ന് എഴുതാനുള്ള അവകാശമുള്ളൂ. അപ്പം മാനസിക രോഗങ്ങൾക്ക് പലപ്പോഴും മരുന്നുകൾ ആവശ്യമായിട്ട് വരാം. എല്ലാത്തിനും അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ മരുന്നുകൾ ആവശ്യമാണെങ്കിൽ അത് ചെയ്യുന്നത് ഒരു ഡോക്ടർ തന്നെ ആയിരിക്കണം. അതാണ് സൈക്കാട്രിസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ സൈക്കാട്രിസ്റ്റിന് മാത്രമേ മരുന്ന് എഴുതാനുള്ള അവകാശമുള്ളൂ. ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. സൈക്കോളജിസ്റ്റിന് മരുന്ന് എഴുതാൻ ഒരിക്കലും അവകാശമില്ല. എനിക്ക് പലപ്പോഴും ഈ മേഖലയിലായതുകൊണ്ട് പല മരുന്നുകളെക്കുറിച്ചും എനിക്കറിയാം, അതിൻ്റെ സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അത് എത്രത്തോളം സമയമെടുക്കും എഫക്റ്റ് ആവാൻ എന്നുള്ളതിനെപ്പറ്റി പൊതുവായിട്ടുള്ളൊരു ധാരണ എനിക്കുണ്ട്. പക്ഷേ ഞാനൊരിക്കലും മരുന്ന് എഴുതാൻ എനിക്ക് റൈറ്റ് ഇല്ല, കാരണം ഞാൻ അതിനു വേണ്ട ഔദ്യോഗിക വിദ്യാഭ്യാസം നേടിയിട്ടില്ല. സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി പ്ലസ് PG ഇൻ സൈക്കോളജി ഏറ്റവും മിനിമം, അതല്ലെങ്കിൽ MPhil എന്നുള്ള കോഴ്സും കൂടെ അഡീഷണൽ ആയിട്ട് ചെയ്തവർ, അതേപോലെ അല്ലെങ്കിൽ SciD എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, അത് കമ്പാരിറ്റീവ്ലി കുറവാണ്, എന്നാലും അത് ചെയ്തവർക്കും ഒക്കെയാണ് സൈക്കോളജിസ്റ്റ് എന്നുള്ള ഇതിൽ വരുന്നത്. അതിൽ തന്നെ ഈ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ച് അതിൻ്റെ തസ്തികകൾ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ MPhil, PG കഴിഞ്ഞ് MPhil ഇൻ ക്ലിനിക്കൽ സൈക്കോളജി ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ SciD എന്നുള്ള കോഴ്സ് ചെയ്തവർ ആണെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള ടൈറ്റിലാണ് വരിക. ഇപ്പോൾ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പം റീസെൻ്റ്ലി മാറിയതനുസരിച്ച് 4+2 ആയിട്ടുണ്ട്. മറ്റത് 3 years ഡിഗ്രി ആണെങ്കിൽ ഇപ്പോൾ 4 years ഡിഗ്രി ആയി. അപ്പോൾ അതുകൊണ്ട് ഈ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ഈ ക്ലിനിക്കൽ സൈക്കോളജിയുടെ ഒക്കെ അതോറിറ്റി ഉള്ള ബോഡി. അപ്പോൾ ആ RCIയുടെ അപ്രൂവലുള്ള സ്ഥാപനങ്ങളിൽ 4 year ഡിഗ്രി കഴിഞ്ഞ് 2 year PGയും കൂടെ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിലവിൽ അത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള ഇത് ആവുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് അവരുടെ അപ്രൂവലുള്ള സ്ഥാപനങ്ങളിൽ മാത്രമാണ്. കാരണം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവണമെങ്കിൽ നേരിട്ടുള്ള എക്സ്പോഷർ വളരെയധികം, നമ്മൾ ഒരു സുപ്പീരിയറിൻ്റെ അണ്ടറിൽ കേസ് എടുത്ത് പരിശീലിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അത് നടക്കുമ്പോൾ മാത്രമേ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള ടൈറ്റിൽ വരുന്നുള്ളൂ. അതല്ലാതെ
അപ്പോൾ എൻ്റെ ടൈറ്റിൽ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഡിഗ്രി പ്ലസ് PG ഇൻ സൈക്കോളജിയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഇപ്പം നിലവിലുള്ള സിസ്റ്റത്തിൽ അത് അഗൈൻ ഇത് കൺഫ്യൂസിങ് ആണ്. അതിനെപ്പറ്റിയുള്ളൊരു നിയമം ഇപ്പോൾ വന്നിട്ടുണ്ട്, ആരാണ് ക്വാളിഫൈഡ് എന്നുള്ളത്. പക്ഷെ അത് ഇപ്പോഴും അണ്ടർ ഡിബേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷെ എന്തായാലും റെഗുലറായിട്ട് PG ക്വാളിഫിക്കേഷനാണ് ഏറ്റവും മിനിമം വേണ്ടത് എന്നുള്ളതാണ്. അപ്പം അതിലൊരു കാര്യം കൂടെ വ്യക്തമാക്കേണ്ടതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഇപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ട് PG എടുത്തവരുണ്ടാവും. അപ്പോൾ അവർ ഡിഗ്രി ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ സൈക്കോളജിയുടെ താല്പര്യം കൊണ്ട് ഡിസ്റ്റൻ്റ് ആയിട്ട് PG എടുത്തിട്ട് പക്ഷെ അങ്ങനെയുള്ളവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഇതില്ല, ഒരു അവകാശം ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മിനിമം സൈക്കോളജിസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് പഠിക്കുക. അപ്പോൾ നേരിട്ട് പഠിക്കുക, അതിൽ ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ്. നിലവിൽ തന്നെ PG കോഴ്സിൽ ഉള്ള ഇൻറ്റേൺഷിപ്പൊക്കെ അപര്യാപ്തമാണ് എന്നുള്ളതാണ് പറയാറുള്ളത്. അത് പോരാന്നുള്ളതാണ്. അപ്പോൾ അതും കൂടെ ഇല്ല എങ്കിൽ അത്രയും കൂടെ ലിമിറ്റഡ് ആവുന്നുണ്ട്. അതേപോലെ ഷോർട്ട് ടേം കോഴ്സുകൾ പലപ്പോഴും ഈവൻ യൂണിവേഴ്സിറ്റികളിൽ തന്നെ ചെറിയ 6 മാസത്തേക്ക് കോഴ്സുകളൊക്കെ ഉണ്ട് സൈക്കോളജി അല്ലെ കൗൺസിലിങ്ങിനെ പറ്റിയുള്ള. പക്ഷെ അതൊന്നും കഴിഞ്ഞിട്ട് നമുക്കൊരു സൈക്കോളജിസ്റ്റ് ആവാൻ കഴിയില്ല എന്നുള്ളത്. അപ്പം ആൾക്കാർ പൊതുവെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ തസ്തികകളുടെ കൂടെ തന്നെ ഒരാൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അയാളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ ഡിഗ്രി പ്ലസ് PG ഇൻ സൈക്കോളജി ആണ് ഏറ്റവും മിനിമം വേണ്ടത്. അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ MPhil അല്ലെങ്കിൽ PsyD അങ്ങനെയുള്ള കോഴ്സുകളും ചെയ്തിരിക്കേണ്ടതുണ്ട്. എന്നാലാണ് അത് റെഗുലറായിട്ട് ചെയ്തതാണ്. PG ഒക്കെ റെഗുലർ ആണെന്നുള്ളതും ഷോർട്ട് ടേം കോഴ്സ് മാത്രമല്ല എന്നുള്ളതും ഒക്കെ ഉറപ്പിക്കേണ്ടതുണ്ട്. ഇത് സമീപിക്കുന്ന ആൾക്കാർക്ക് അതിനെപ്പറ്റി ധാരണ ഉണ്ടെങ്കിലേ ഇത് ചോദിക്കാൻ അറിയുള്ളൂ. അപ്പം ഞാൻ തുടക്കത്തിൽ തന്നെ എൻ്റെ ക്ലയൻസിനോട് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഞാൻ എവിടെയാണ് പഠിച്ചത് എന്നുള്ളതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാറുണ്ട്. സാർ, നമ്മൾ ഏത് ഘട്ടത്തിലാണ് ഇപ്പം മാനസികമായിട്ട് ഒരാൾ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുക, അപ്പം നമ്മൾ ആദ്യം ഒരു സൈക്കോളജിസ്റ്റിനെയാണോ പോയി കാണേണ്ടത്? അപ്പം ഏത് ഘട്ടത്തിലാണ് നമുക്കത് സൈക്കാട്രിസ്റ്റിലേക്ക് റെഫർ ചെയ്യപ്പെടേണ്ടി വരിക? അതായത് ഇപ്പോൾ ആരെയാണ് സമീപിക്കുന്നത് ഇപ്പോൾ ക്ലയൻസിന് കൃത്യമായ ധാരണ ഉണ്ടാവണം എന്നില്ല. ചില ആൾക്കാർ ആദ്യം തന്നെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തായിരിക്കും പോകുന്നത്, ചില ആൾക്കാർ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തായിരിക്കും പോകുന്നത്. ഇപ്പോൾ സൈക്കാട്രിസ്റ്റിനായിരിക്കും പലപ്പോഴും ആദ്യം, കാരണം ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും മിക്കപ്പോഴും ആൾക്കാർ സമീപിക്കുക. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ സൈക്കാട്രിസ്റ്റ് ആളെ കേട്ടതിന് ശേഷം മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം മരുന്ന് എഴുതും. അതല്ല മരുന്നിൻ്റെ ആവശ്യം ഇല്ല എന്നാണെങ്കിൽ അവർ തന്നെ ചിലപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്യും. ഇന്ന ആളെ ഒന്ന് കാണൂ, ഒന്ന് സംസാരിച്ച് നോക്കൂ, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മരുന്ന് ആവശ്യമാണെങ്കിൽ മാത്രം കഴിക്കാവുന്ന രീതിയിൽ സൈക്കാട്രിസ്റ്റ് ചിലപ്പോൾ പറയാറുണ്ട്. അതല്ലെങ്കിൽ തിരിച്ച് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തുന്ന ഒരാളാണെങ്കിൽ സംസാരിച്ച് വരുമ്പോൾ മരുന്ന് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സൈക്കോളജിസ്റ്റ് തിരിച്ച് സൈക്കാട്രിസ്റ്റിനും റെഫർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ക്ലയൻസ് ഈ രണ്ടുപേരെയും സമീപിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഏതാണോ ആവശ്യം, ചിലപ്പോൾ രണ്ടും കൂടെ ആവശ്യമായിരിക്കും. പലപ്പോഴും അതായിരിക്കും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അതായത് കൂടുതൽ സിവിയറിറ്റി ഉള്ള കേസുകളാണെങ്കിൽ മരുന്ന് ഡെഫിനറ്റ്ലി അവിടെ ആവശ്യമായിരിക്കും. സംസാരം കൊണ്ട് മാത്രം അല്ലെങ്കിൽ കൗൺസിലിംഗ് പ്രോസസ്സ് കൊണ്ട് മാത്രം അവിടെ ഉപകാരപ്പെടണമെന്നില്ല. അപ്പോൾ മരുന്ന് എടുക്കുന്നുണ്ട്, മരുന്ന് എഫക്റ്റീവ് ആയി വരുന്നുണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ കൗൺസിലിങ്ങും കൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ സൈക്കോ തെറാപ്പി കൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ള ഇതും കൂടെ വരുമ്പോഴായിരിക്കും എഫക്റ്റീവ് ആവുന്നത്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും റെഫർ ചെയ്യാന്നുള്ളതാണ്, ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ഈസ് റിക്വയർഡ്. ആ പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ക്ലയൻറ്റിന് എന്താണോ ആവശ്യം, അതിന് മരുന്ന് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് റെഫർ ചെയ്യേണ്ടതുണ്ട്. കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റിനും റെഫർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണത് പോകുന്നത്. ഇപ്പോൾ ആളുകളിൽ കൂടുതലായിട്ടും ഞാനൊക്കെ കൂടുതലും കേട്ടിട്ടുള്ളതാണ് ഈ സൈക്കാട്രി മെഡിസിൻസ്, അത് വൺസ് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് കഴിക്കണം. നമുക്ക് എപ്പോഴെങ്കിലും ആ ഒരു മാനസികമായിട്ട് വെല്ലുവിളി നേരിടും. ഇപ്പം ഞാൻ ഇതുപോലെ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്, അത് ഭയങ്കരമായിട്ട് ചെയ്യുകയാണ്. അപ്പൊ അത് ആൻസൈറ്റി ആയി, പിന്നീട് അത് പാനിക് അറ്റാക്ക് ആയി. അപ്പൊ ഞാനൊരു സൈക്കാട്രീനെ പോയി കണ്ടു. അദ്ദേഹം എനിക്ക് കുറച്ച് മരുന്ന് എഴുതി തന്നു. അപ്പം അത് ഞാൻ കഴിച്ചു, എനിക്ക് കുറവ് വന്നു. അതിനുശേഷം പിന്നെ എനിക്കിങ്ങനെ വരുമ്പോൾ അത് കഴിക്കേണ്ടി വരുമോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു സംശയം ആളുകളുണ്ട്. അത് ശരിക്കും സത്യമാണോ? അങ്ങനെയാണ് അത്? അതായത് സൈക്കാട്രിക് മരുന്നുകൾ എന്ന് പറഞ്ഞാൽ മറ്റ് ഏത് മരുന്നുകളെ പോലെ തന്നെയും അതിന് ചിലപ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ടാവാം. അതിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അത് റിപ്പീറ്റഡ്ലി കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന ഇതുണ്ടാവാം, അല്ലെങ്കിൽ അതൊരു അഡിക്റ്റീവ് നേച്ചറുള്ള ചില മരുന്നുകൾ ഉണ്ടാവാം. അങ്ങനെയുള്ളതുണ്ട്. പക്ഷേ എല്ലാ മരുന്നുകളും അങ്ങനെയൊന്നും നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഒരുപാട് പേർക്ക് ഞാൻ ഈ പറഞ്ഞ സൈക്കാട്രി റെഫറൻസ് കൊടുത്തിട്ട് ചിലപ്പോൾ ആ മരുന്ന് കഴിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഇഷ്യൂസ് സോൾവ് ആവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് മരുന്നുകളുണ്ട്. എല്ലാ മരുന്നുകളും പ്രശ്നമാണെന്നുള്ള രീതിയിൽ ഒരു പ്രത്യേകിച്ച് സൈക്കാട്രിക് മരുന്നുകൾ പൊതുവെ ഒരു സ്റ്റിഗ്മ നേരിടുന്ന ഒരു കാര്യമാണ്. കാരണം മാനസിക പ്രശ്നത്തിന് മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു ഇതായിട്ടാണ്, ഒരു പിന്നെ എന്തെങ്കിലും ഒരു
സാധനം കട്ടു എന്ന് പറയുന്നതിനേക്കാളും വലിയ പ്രശ്നമാണ് മരുന്ന് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അത് തെറ്റിദ്ധാരണയാണ്. ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകളുണ്ട്. പക്ഷെ ആ മേഖല ഇനിയും ഒരുപാട് വളരേണ്ടതുണ്ട്. നമുക്ക് ബ്രെയിനിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എല്ലാ മരുന്നുകളും പെർഫെക്റ്റ് ആണ്. സൈക്കോളജിയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇനിയും തെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് മെത്തേഡ് ഇനി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, എന്തൊക്കെ ടെക്നിക്സ് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതൊക്കെ ഇനിയും ഒരുപാട് അറിയാനുണ്ട്. പക്ഷെ അതുകൊണ്ട് നിലവിലുള്ളത് മോശമെന്നല്ല. നിലവിൽ വളരെ എഫക്റ്റീവായിട്ട് ഒരുപാട് ആൾക്കാർക്ക് അതിൽ നിന്ന് ഹെൽപ്പ് കിട്ടുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും ഏറ്റവും എഫക്റ്റീവ് ആവുന്നത് ചിലപ്പോൾ. അതായത് ഇപ്പോൾ നമുക്കൊരു മരുന്ന് കൊണ്ട് ബ്രെയിനിൻ്റെ അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന കെമിക്കൽസ് നമ്മുടെ നെർവുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ ലെവലുകൾ വ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിൽ വേരിയേഷൻ വരുമ്പോൾ നമ്മളുടെ ഓവറോൾ പ്രവർത്തനത്തെ അത് ബാധിക്കും. അപ്പോൾ അതായിരിക്കും ഈ മരുന്നുകളിലൂടെ ചിലപ്പോൾ അതിനെ ബാലൻസ് ചെയ്യിക്കലായിരിക്കും പറ്റുന്നത്. പക്ഷെ ഒരാൾ ചിന്തിച്ച് കൂട്ടിയ ഒരു സ്പെസിഫിക് തോട്ടിനെ മാത്രമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ നമുക്കൊരു മരുന്ന് കൊണ്ട് കഴിയില്ല. അത് സംസാരിച്ച് സോർട്ട് ചെയ്യണം. ഇപ്പോൾ ഒരാൾക്കൊരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അതിനെ സംസാരിച്ച് ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് അതിനെ മാറ്റിയെടുക്കാം, അതിനെ വേറെ രീതിയിൽ ചിന്ത കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ സ്പെസിഫിക് ആയിട്ട് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ കൗൺസിലിംഗ് ആവശ്യമുണ്ട്. ഓവറോൾ നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രിയെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ മരുന്നും ആവശ്യമുണ്ട്. പലപ്പോഴും ഇത് രണ്ടും ആവശ്യമായിരിക്കും. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്.